എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന വിഷയം, നമ്മൾ എല്ലാവരും സിനിമയ്ക്ക് പോകാറുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ടാണോ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യുന്നത്, ഏത് സീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? പലർക്കും കാണില്ലല്ലേ. ഈ ടെക്നിക്കലായിട്ട് ഈ സിനിമ ഫീൽഡുമായിട്ടോ അല്ലെങ്കിൽ തിയേറ്ററുമായിട്ടോ അടുത്ത് ബന്ധമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് ചില അവയർനെസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭൂരിഭാഗം പേരും ഈ ആപ്പൊക്കെ എടുത്തിട്ട് സെർച്ച് ചെയ്ത് ബുക്ക് ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ ഏറ്റവും പുറകിൽ സീറ്റ് ബുക്ക് ചെയ്യും അല്ലേ. പലരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്, കണ്ടിട്ടുള്ളത്. ഏറ്റവും പുറകിൽ സീറ്റ്, അല്ലെങ്കിൽ വാഷ്റൂമിനടുത്ത് സീറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാഷ്റൂമിൽ പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യത്തിന്, അല്ലെങ്കിൽ എൻട്രൻസിനോട് ചേർന്ന് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തിരക്കില്ലാതെ ആദ്യം തന്നെ ഇറങ്ങിപ്പോവാൻ, ഈ തിക്കിലും തിരക്കിലും പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആൾക്കാരുണ്ട്. കുട്ടികളായിട്ട് വരുന്നവരും ഈ സൈഡ് സീറ്റ് ബുക്ക് ചെയ്യാറുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ ഏത് സീറ്റാണ് നമുക്ക് സിനിമ ഫുള്ളി അതിൻ്റെ എക്സ്പീരിയൻസിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഐഡിയ കാണില്ലല്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അത് മാത്രമല്ലാതെ നമ്മൾ ഈ തിയേറ്ററിൽ പോകുമ്പോൾ അവരുടെ പല കെണികളും നമ്മളറിയാതെ ചെന്ന് വീണ് കൊടുക്കുന്നവരാണ്, അവരുടെ ബിസിനസ് കെണികളിൽ. നമ്മൾ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ്, ചിലപ്പോൾ ഈ ബഡ്ജറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ, ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ബഡ്ജറ്റ് പ്രശ്നമില്ലാത്തവർക്ക് അത് സീനല്ല, പൈസ എത്ര വേണമെങ്കിലും ഉണ്ട് ഉപയോഗിക്കാം എന്നുള്ള ആൾക്കാർക്ക്. അതല്ലാതെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുടുംബങ്ങൾക്ക്, ഫാമിലീസിനൊക്കെ ഒരു ബഡ്ജറ്റ് ഒരു ഫിഗർ മനസ്സിൽ കണ്ടിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ തിരിച്ച് വന്ന് വീട്ടിൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ടിക്കറ്റ് ഒരു 120-130 ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഒരു ഫാമിലിയോടെ പോകുമ്പോൾ നമ്മളൊരു 600-700 രൂപ ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നേരെ അതിന് 1000-ന് മുകളിലായിരിക്കും നമുക്ക് തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ചിലവ് കാണിക്കുക സത്യത്തിൽ. പക്ഷേ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നതെങ്കിലും നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന പലവിധ വിഷയങ്ങളും അവിടെ ഉണ്ടാവാറുണ്ടല്ലേ. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പോപ്കോൺ. നമുക്ക് ഈ ഇൻ്റർവെൽ സമയത്തോടടുത്ത് നമുക്ക് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പോപ്കോണിൻ്റെ സ്മെല്ല് തിയേറ്ററിലേക്ക് ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നത് വരെ ഉള്ളിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതിന് ചില റീസൺസ് പറയുന്നത് അവർ മനഃപൂർവ്വം ഈ AC വിൻഡോസിൽ കൂടി ഇതിൻ്റെ ഒരു സ്പ്രേ, അതിൻ്റെ ഒരു മണം അകത്തേക്ക് കടത്തി വിടുന്നു എന്നൊക്കെ ഉള്ള ചില ഇഷ്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പോപ്കോണിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത്. ശതമാനക്കണക്കിൽ പറഞ്ഞ വലിയൊരു ശതമാനമാണ്, ഒരു 500-600% വരെ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പോപ്കോൺ. 5 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 50 രൂപയ്ക്ക് 60 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ 500 ഇല്ല അതിന് മുകളിലും പെർസെൻറ്റേജ് കിട്ടുന്ന, പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് വിറ്റാൽ മാത്രം മതി. ഒരു ഷോയ്ക്ക് ഒരു 100 പോപ്കോൺ വിറ്റിരുന്നെങ്കിൽ ഒരു 4 ഷോയ്ക്ക് 400 പോപ്കോൺ. ആ 400 പോപ്കോണിൻ്റെ ലാഭം മതി ഇവർക്കെല്ലാം വീതിച്ചെടുക്കാൻ. തിയേറ്ററിലെ എല്ലാ വർക്കേഴ്സിനും ഓണറിനൊക്കെ ജീവിച്ചു പോകാനുള്ള വരുമാനം, വലിയൊരു വരുമാനമാകും. അത് കൂടാതെയാണ് ഈ സിനിമയുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന എല്ലാ തിയേറ്ററുകാരും ഉണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന തിയേറ്ററുകാരും ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. നമ്മൾ അടുത്ത പ്രാവശ്യം തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കും. ഡോർ തുറക്കാതെ തന്നെ ചിലപ്പോൾ ഇൻ്റർവെല്ലിനോട് അടുത്ത സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന പോപ്കോൺ അടുക്കളയിൽ ഇങ്ങനെ പൊരിക്കുമ്പോൾ ഉള്ള മണം നമുക്ക് വീട്ടിൽ കിട്ടില്ല. ചിക്കൻ പൊരിക്കുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു ഫീല് വരുന്നതായിരിക്കും, അവിടെ പോപ്കോൺ വറുക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുക. പക്ഷേ അതല്ല, ഇതിൻ്റെ ചില തിയേറ്ററിൽ അങ്ങനെയല്ല അത് സംഭവിക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതുകൂടാതെ നമ്മൾ പോകുന്ന ഏത് ഷോയ്ക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വിഷയമുണ്ടല്ലേ. ഏതാണ് സേഫായിട്ടുള്ളൊരു ഷോ? ശരിക്കും അങ്ങനെ ഒരു ഷോ ഉണ്ടോ, സേഫായിട്ടുള്ളൊരു ഷോ? നമ്മൾ ഹൈജീനിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ സെക്കൻഡ് ഷോ ഒക്കെ പറയുന്നത് ഈ ഒരു 4ാമത്തെ ഷോ അല്ലേ.
ഒരു ദിവസത്തിലെ 4-മത്തെ ഷോ ആണ് സെക്കൻഡ് ഷോ. ഏറ്റവും മോശം ഷോ ആ ഷോ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ രാവിലെ തൊട്ടുള്ള എല്ലാ മാലിന്യങ്ങളും അഴുക്കുകളും അതിൻ്റെ ആ രൂപത്തിൽ തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും പോയിരിക്കുക. അത് ഒരു ഷോ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ കിട്ടുള്ളൂ ഇവർക്ക് ക്ലീൻ ചെയ്യുന്ന ആളുകൾക്ക്. അവർ ഈ ബോട്ടിലും ഗ്ലാസും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് പോകുമായിരിക്കും. പലപ്പോഴും അതുപോലും മാറ്റിയിട്ട് ഉണ്ടാവില്ല. നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ ബോട്ടിലോ ഗ്ലാസ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരമൊരു ചെറിയ ഗ്യാപ്പിൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനോ അടിച്ചു വിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേ ചെയ്യാനോ ഉള്ള സൗകര്യമൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ അവസാനത്തെ ഷോ ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ എല്ലാം മുഷിപ്പും കാര്യങ്ങളും അസുഖങ്ങളുള്ള ആൾക്കാർ ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് ജലദോഷമെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, മൂക്കൊലിപ്പുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെ പലവിധ അസുഖങ്ങൾ അല്ലെങ്കിൽ സ്കിൻ ഡിസീസസ് ഉള്ള ആൾക്കാർ, എങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് വരുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ ഈ 3 ഷോയും വരുന്ന ആളുകളുടെ മൊത്തം ഈ അണുക്കളും ആ തിയേറ്ററിനകത്തുണ്ടാകും, അല്ലെങ്കിൽ ആ സീറ്റിനകത്തുണ്ടാകും, സീറ്റിൻ്റെ അടിച്ചുകളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവും മുറ്റി പിടിച്ചിട്ട്. അപ്പോൾ പരമാവധി ഈ 4th ഷോയിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഷോ എന്നുള്ളത് ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയിട്ട് ജലദോഷം പിടിച്ചു തിയേറ്ററിൽ പോയി ഇരുന്നിട്ടാണെന്നൊക്കെ പറയാറുണ്ടല്ലേ. തിയേറ്ററിൽ AC-യിൽ ഇരുന്നിട്ട് ജലദോഷം വരുന്ന ആൾക്കാർ റെയർ കേസുകളായിരിക്കാം, പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ അതല്ല. അപ്പോൾ ഇത്തരം അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു ഷോയാണത്, സിറ്റുവേഷനാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് തിയേറ്ററിലേക്ക് പോകുന്ന ഒരു രാവിലത്തെ ഷോയ്ക്ക് നൂൺ ഷോയ്ക്ക് തന്നെ പോകാൻ നോക്കുക. കാരണം ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഒന്നാമത്. മാത്രമല്ല അവർ ക്ലീൻ ചെയ്യുന്ന സമയമാണ്, നന്നായി ക്ലീൻ ചെയ്യും, സീറ്റും കാര്യങ്ങളും എല്ലാം ലൈറ്റിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് രാവിലത്തെ ഷോയ്ക്ക് വേണ്ടി റെഡിയാക്കി വയ്ക്കുന്ന ഒരു സമയം കൂടാണിത്. അപ്പോൾ മോർണിംഗ് ഷോയ്ക്ക് പരമാവധി ഒന്നുകൂടെ ഹൈജീനിക് ആയിരിക്കും തിയേറ്റർ മൊത്തത്തിൽ. ഒന്ന് മറ്റുള്ള ഷോകളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം പോരാതെയാണ് നമ്മുടെ ചില കുസൃതി പയ്യന്മാർ ചിലപ്പോൾ ബബിൾ ഗൊക്കെ തന്നിട്ട് സീറ്റിൽ ഒട്ടിച്ച് പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. സീറ്റിൽ സൈഡൊക്കെ കൈവയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുന്ന സീറ്റിൽ തന്നെയൊക്കെ പലർക്കും പാൻറ്റിൻ്റെ അടിയിലും അല്ലെങ്കിൽ ഇരിക്കുന്ന ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടൊക്കെയുള്ള, അല്ലെങ്കിൽ ചില ആളുകൾ അനുഭവിച്ചിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ, അപ്പോൾ ഇതൊക്കെ പ്രോപ്പർലി ക്ലീൻ ചെയ്യപ്പെടുന്നത് ഈ രാത്രി ഈ ഷോ കഴിഞ്ഞ് ശേഷമായിരിക്കും. അപ്പോഴാണ് ഇവർ പ്രോപ്പറായിട്ട് ലൈറ്റ് ഇട്ടെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പരമാവധി കൊച്ചുങ്ങളെയും കൊണ്ട് രാവിലത്തെ ഷോയ്ക്ക് ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ രാവിലത്തെ ഷോയ്ക്ക് പോകും. ഓക്കെ, അത് തീരുമാനം. എവിടെയാണ് ഇരുന്ന് പ്രോപ്പറായിട്ട് നമ്മൾ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക നല്ല ക്വാളിറ്റിയിൽ, അതിൻ്റെ ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് എവിടെ ഇരുന്നാലാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഏറ്റവും അവസാനത്തെ സീറ്റ്, ഏറ്റവും ലാസ്റ്റ് സീറ്റ് ബുക്ക് ചെയ്ത്, അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് ചാർജ് നോക്കുമ്പോഴും അങ്ങനെയാണ്, ഹൈ ചാർജാണ്. ഏറ്റവും പുറകിലേക്ക് പോകും തോറും ഹൈ ചാർജാണല്ലേ. ബാൽക്കണിയൊക്കെ ഉള്ള ആൾക്കാർ ബാൽക്കണിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ചാർജ്. അങ്ങനെയാണോ ശരിക്കും അവിടെ ഇരുന്നാലാണോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആർക്കും അങ്ങനെ പലർക്കും അറിയാൻ പറ്റില്ല അല്ലേ. പക്ഷേ അതല്ല അതിൻ്റെ സത്യാവസ്ഥ. ഈ ടെക്നീഷ്യന്മാരൊക്കെ ഇല്ലേ, ഈ സൗണ്ട് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് ഡോൾബി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഷ്വലി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ AC-യുടെ പ്രോപ്പറായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ആൾക്കാർ, മെയിൻലി ഈ സൗണ്ട് എഫക്റ്റാണ് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അല്ലേ. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് തിയേറ്ററിൻ്റെ സെൻട്രൽ സീറ്റുകളാണ്. സെൻട്രൽ ഏറ്റവും നടുക്കായിട്ട് വരുന്ന കുറച്ച് സീറ്റുകൾ, അതിൻ്റെ നമ്മളൊരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് മുകളിലേക്ക് കുറച്ചിങ്ങനെ കയറ്റി അതിൻ്റെ സെൻറ്ററായിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ.
ആ സെൻറ്റർ സീറ്റുകളിൽ ഇരുന്നാലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ സൗണ്ട് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളും അതിൻ്റെ വിഷ്വലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ടെക്നീഷ്യന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് സീറ്റും പുറകിലെ സീറ്റും വിൻഡോ സീറ്റൊക്കെ പിടിക്കുന്ന ആൾക്കാർ അടുത്ത പ്രാവശ്യമെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റർ സീറ്റ് ബുക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ നിങ്ങൾ ഇത്രയും കാലം സിനിമ അങ്ങനെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ആ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ ഐ വിഷൻ ആണെങ്കിലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും പ്രോപ്പർ AC-യുടെ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.